യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കണം. തന്റെ വിശുദ്ധ വാക്യത്തിൽ നമ്മുടെ ജീവനാ. യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം. യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഇബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. അതുകൊണ്ട് സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവീൻ. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക, അതൊരു പ്രത്യേകമായ പദപ്രയോഗമാണ്. സാധാരണ ഒരാളിനെ കാണുന്നത് പോലെയല്ല നാം കർത്താവിനെ കാണുന്നത്. വളരെ ശ്രദ്ധയോടുകൂടെ യേശുവിനെ നോക്കുവാൻ നമുക്ക് കഴിയണം. യേശു തന്റെ ആദ്യത്തെ ശുശ്രൂഷ ആരംഭിക്കുന്നത് നസ്രത്തിലെ ഒരു സിനഗോഗിൽ വെച്ചാണ്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ യഹോവയായ കർത്താവിനെ അഭിഷേകം ചെയ്തുകൊണ്ട് അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട് എന്ന് പറഞ്ഞ് യെശയ്യാപ്രവചനത്തിലെ വാക്യം എടുത്തുദ്ധരിച്ചുകൊണ്ട് യേശു പ്രസംഗിച്ചു. പ്രസംഗിക്കാൻ വേണ്ടി പീഠത്തിൽ പോയി നിന്നു. എന്നിട്ട് യേശു ചെന്ന് നിന്ന വേളയിൽ ശുശ്രൂഷക്കാരൻ അലമാരിയിൽ നിന്ന് യെശയ്യാപ്രവാചകന്റെ ചുരുളെടുത്തുകൊണ്ട് യേശുവിന്റെ കയ്യിൽ കൊടുത്തു. യേശു അത് തുറന്ന് അതിൽ നിന്നുള്ള ഒരു വാക്യം വായിച്ചു. അതിനുശേഷം അത് മടക്കി അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം അത് അവിടെ കൊണ്ടുപോയി തിരിച്ചു വെച്ചു. യേശു അവിടുന്ന് ഇറങ്ങിപ്പോയി കസേര പോയിരുന്നു. 1 മണിക്കൂർ പ്രസംഗിക്കാൻ വന്നു എന്നുള്ള ചിന്തയിലാണ് ആളുകൾ നോക്കിയിരിക്കുന്നത്. പക്ഷേ യേശു ആ വാക്യം വായിച്ചിട്ട് ഒരൊറ്റ വരി പ്രസംഗം നടത്തി. ഇന്ന് ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു. ആ ഒരൊറ്റ വരി പ്രസംഗം നടത്തിയിട്ട് യേശു പോയി തന്റെ ഇരിപ്പിടത്തിലിരുന്നു. തിരുവെഴുത്ത് വായിക്കുകയാണ്, പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞു. എന്തുകൊണ്ടാണ് എല്ലാവരുടെയും കണ്ണ് യേശുവിങ്കൽ പതിഞ്ഞത്? കർത്താവ് പറഞ്ഞ ഒരു പ്രത്യേക പദമാണ്, ഇന്ന് ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു. മശിഹ വരുമ്പോൾ സംഭവിക്കേണ്ടുന്ന ഒരു കാര്യമാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ മശിഹ ഞാനാണെന്ന് യേശു അവിടെ വ്യക്തമാക്കുകയാണ്. എല്ലാവരും വളരെ ആശ്ചര്യത്തോടുകൂടെ മശിഹ വന്നല്ലോ എന്നുള്ള ചിന്തയോടെ ശ്രദ്ധയോടെ യേശുവിനെ നോക്കി. എന്തുകൊണ്ട് നാം യേശുവിനെ നോക്കുന്നു? അതിന്റെ പ്രസക്തമായ ചില കാരണങ്ങൾ എബ്രായ ലേഖനത്തിൽ തന്നെ 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ 2 നിർദ്ദേശങ്ങളാണ് പറയുന്നത്. 1 ഓടുക, 2 നോക്കുക. മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. എന്തുകൊണ്ട് നാം യേശുവിനെ നോക്കുന്നു? അതിന്റെ കാരണങ്ങളാണ് അവിടെ പറയുന്നത്. നിങ്ങളുടെ വിശ്വാസത്തിന്റെ നായകൻ ഭൂമിയിലെ ഒരു മനുഷ്യനുമല്ല, സ്വർഗത്തിൽ നിന്ന് ഇവിടേക്ക് ഇറങ്ങി വന്ന് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് എന്തിനും ഏതിനും മാതൃകയാക്കാൻ നമുക്ക് നോക്കാൻ ഒരാളെ ഉള്ളൂ, അത് യേശു ക്രിസ്തു മാത്രമാണ്. യേശുവിനെ നോക്കുക, അവൻ നമ്മുടെ നായകനാണ്. മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നോക്കിയാട്ടെ. നിങ്ങൾ നായകന്മാർ എന്ന് പേരെടുക്കരുത്, ഒരുത്തൻ അത്രേ നിങ്ങളുടെ നായകൻ, ക്രിസ്തു തന്നെ. നമ്മുടെ വിശ്വാസത്തിന്റെ നായകൻ വേറെ ആരുമല്ല, യേശു ക്രിസ്തു തന്നെ. ഈ ക്രിസ്തുവിനെ നായകൻ എന്ന് വിളിച്ചിരിക്കുന്ന നിരവധി പദം നമുക്ക് കാണാൻ കഴിയും. എബ്രായ ലേഖനം 2:10 നോക്കിയാട്ടെ. സകലത്തിനും ലാക്കും സകലത്തിന് കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ, അവരുടെ രക്ഷയുടെ നായകനാണ് യേശു ക്രിസ്തു. ഇനി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യം നോക്കിയാട്ടെ. വിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കുലപാതകനായവനെ വിട്ടുതരണമെന്ന് ചോദിച്ചു. അടുത്ത ജീവനായകനെ കൊന്നുകളഞ്ഞു. യേശു നായകനാണ്. മത്തായി സുവിശേഷം 23:10 നമ്മൾ വായിച്ചത്, നിങ്ങളുടെ നായകൻ ഒരാൾ തന്നെ, ക്രിസ്തു തന്നെ. ആ നായകന് ഏത് നിലയിലുള്ള നായകനാണെന്ന് വിവരിക്കുകയാണ്. വിശ്വാസത്തിന്റെ നായകനാണവൻ. ഇബ്രായ ലേഖനം 12:2. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3:14
അവൻ ജീവനായകനാണ്. ഇബ്രാഹിം 2:10 അവൻ രക്ഷാനായകനാണ്. എന്തുകൊണ്ട് നാം യേശു ക്രിസ്തുവിനെ നോക്കുന്നു? വെറുതെ നോക്കുകയല്ല, ശ്രദ്ധിച്ചു നോക്കുന്നു. അതിന്റെ ചില കാരണങ്ങൾ എബ്രായ ലേഖനത്തിൽ അടുക്കടുക്കായി എടുത്തു പറയുകയാണ്. തന്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. എന്തുകൊണ്ട് നാം യേശുവിനെ നോക്കുന്നു? അതിന്റെ കാരണങ്ങളാണ് അവിടെ പറയുന്നത്. അവൻ അപമാനങ്ങളെ മുഴുവൻ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. യേശു ക്രിസ്തു കുരിശിലേക്ക് പോയപ്പോൾ എന്തെന്ത് അപമാനങ്ങളാണ് അവിടുത്തേക്ക് സഹിക്കേണ്ടി വന്നത്. അല്ല, ക്രൂശിലായിരുന്നപ്പോൾ പോലും ഒരുപാട് അപമാനങ്ങൾ യേശുവിനെ സഹിക്കേണ്ടി വന്നില്ലേ? മതനേതാക്കൾ കുരിശിന് താഴെ വന്ന് ഇന്ന് കർത്താവിനെ മുച്ചൂടും ആക്ഷേപിച്ചില്ലേ? നീ ദൈവപുത്രനാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നിന്നെ രക്ഷിച്ച് ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ, അങ്ങനെയെങ്കിൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം. അപ്പുറത്തും ഇപ്പുറത്തും കിടന്ന കള്ളന്മാർ ആദ്യം യേശുവിനെ പരിഹസിച്ചു. വഴി പോകുന്നവർ മന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് പണിയുന്നവനെ എന്ന് പറഞ്ഞ് വഴി പോകുന്നവർ പരിഹസിച്ചു. മതനേതാക്കൾ യേശുവിനെ പരിഹസിച്ചു. പക്ഷേ ഈ അപമാനങ്ങളെ, ഈ നിന്ദകളെ, ഈ കുറ്റപ്പെടുത്തലുകളെ യേശു ഗൗനിച്ചില്ല. കാരണം ഇതിനേക്കാളെല്ലാം വലിയൊരു സന്തോഷം യേശുവിന്റെ മുമ്പിലുണ്ടായിരുന്നു. അപമാനങ്ങളെ മുഴുവൻ അലക്ഷ്യമാക്കി വിചാരിച്ചുകൊണ്ട് ക്രൂശ് സഹിക്കാൻ യേശുവിനെ പ്രേരിപ്പിച്ച കാര്യം, അവൻ മുമ്പിൽ ഒരു വലിയ സന്തോഷം കണ്ടു. മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുന്നു എന്നുള്ള വലിയ സന്തോഷമാണ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം, സ്ത്രീ പ്രസവിക്കുമ്പോൾ തന്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷം നിമിത്തം അവൾ തന്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല. അവൻ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്തു. ഒരു സ്ത്രീക്ക് അവളുടെ പ്രസവവേദനയുടെ ആ വലിയ വേദനയുടെ നിമിഷത്തിൽ അവൾക്ക് ദുഃഖമുണ്ട്. പക്ഷേ ഒരു കുഞ്ഞിന് ജന്മം നൽകി കഴിയുമ്പോൾ അവൾ തന്റെ ദുഃഖം മറന്നുപോവുകയാണ്. യേശു കുരിശിൽ വെച്ച് ഒരു സന്തതിക്ക് ജന്മം നൽകുകയായിരുന്നു. ഏതായിരുന്നു ആ സന്തതി? യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും അവനൊരു അകൃത്യയാഗമായി തീർന്നിട്ട് അവനൊരു സന്തതിയെ കാണുമായിരുന്നു. 102-ാം സങ്കീർത്തനത്തിന്റെ 18-ാമത്തെ വാക്യം, വരുവാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി ഇത് എഴുതി വെക്കും, സൃഷ്ടിക്കപ്പെടുവാനുള്ള ജനം യഹോവയെ സ്തുതിക്കും. 22-ാം സങ്കീർത്തനത്തിന്റെ 30-31 വായിക്കണം. ഒരു സന്തതി അവനെ സേവിക്കും, വരുന്ന തലമുറയോട് യഹോവയെ കുറിച്ച് കീർത്തിക്കും. ഇനി 31-ാം വാക്യം ശ്രദ്ധിക്കണം. അവർ വന്ന് സുവിശേഷകന്മാർ വന്നു, ദൈവദാസന്മാർ വന്നു, അവർ വന്നു. അടുത്തത്, ജനിപ്പാനുള്ള ജനത്തോട് വീണ്ടും ജനിക്കാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവന്റെ നീതിയെ വർണ്ണിക്കും. അവൻ നിവർത്തിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അവൻ കുരിശിൽ വെച്ച് പറഞ്ഞത് സകലവും നിവർത്തിയായി എന്ന്. പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പ്രാശ്ചിത്തമായി യേശു മരിക്കുകയാണ്. ആ പ്രാശ്ചിത്തത്തിനകത്തൂടെ ഏതെല്ലാം കാര്യങ്ങൾ നിവർത്തിക്കണമായിരുന്നുവോ അത് മുഴുവൻ അവൻ നിവർത്തിച്ചു. അവർ വന്നു, സുവിശേഷകന്മാർ വന്നു, അവൻ നിവർത്തിച്ചു, യേശു നിവർത്തിച്ചു, സകലവും നിവർത്തിയായി എന്ന് അവൻ വിളിച്ചു പറഞ്ഞു. അവന്റെ നീതിയെ വർണ്ണിക്കും. നമുക്ക് പകരക്കാരനായി യേശു കുരിശിൽ മരിച്ചു. അപമാനങ്ങളെ മുഴുവൻ അലക്ഷ്യമാക്കി അവൻ കുരിശിനെ സഹിച്ചതുകൊണ്ട്, നമ്മുടെ രക്ഷാനായകനായതുകൊണ്ട്, നമ്മുടെ ജീവനായകനായതുകൊണ്ട്, നമ്മുടെ ഏക നായകനായതുകൊണ്ട്, വിശ്വാസത്തിന്റെ നായകനായതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഏതു വേളയിലും നോക്കാൻ ഉള്ളത് യേശുവിലേക്ക് മാത്രമാണ്. ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കണ്ണിലേക്ക്, ദാസിമാരുടെ കണ്ണ് യജമാനത്തിയുടെ കണ്ണിലേക്ക്. അവിടെ നോക്കാൻ 2 ആളുകളുണ്ട്. ദാസന്മാർക്ക് യജമാനൻ, ദാസിമാർക്ക് യജമാനത്തി. എന്നാൽ നമുക്ക് നോക്കാൻ ഒറ്റ ആളേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. ഇബ്രാഹിം 12-ാം അധ്യായത്തിലെ വാക്യം, അവൻ ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു.
യേശു ഇരുന്നു. അത് മനസ്സിലാക്കാൻ ആദ്യം എബ്രായ ലേഖനത്തിലേക്ക് പോകാം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. ഏത് പുരോഹിതനും ദിനേന യാഗം കഴിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? നിൽക്കുന്നു. അടുത്ത വാക്യം. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏക യാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നും കൊണ്ട്. പുരോഹിതന്മാരെ കുറിച്ച് പറയുകയാണ്. അവരൊക്കെ സ്വന്തം പാപങ്ങൾക്കായും ജനത്തിന്റെ പാപങ്ങൾക്കായും യാഗമർപ്പിച്ചുകൊണ്ട് ആലയത്തിൽ നിൽക്കുന്നു. ജോലി തീർന്നിട്ടില്ല, വേല പൂർത്തീകരിച്ചില്ല, അതുകൊണ്ട് അവരൊക്കെ നിൽക്കുകയാ. എന്നാൽ നമ്മുടെ കർത്താവിനെ നാം നോക്കുന്നതിന്റെ കാരണം അവൻ ഒരിക്കലായി കഴിച്ച തന്റെ ദേഹമെന്ന ആ ഏകയാഗത്താൽ എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചത് കൊണ്ട് അവൻ സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. യേശു ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റ് യേശു സ്വർഗത്തിലേക്ക് ചെന്നപ്പോൾ പിതാവായ ദൈവം യേശുവിനോട് ഇങ്ങനെ പറഞ്ഞു. 110-ാം സങ്കീർത്തനം 1-ാം വാക്യം. ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്ത് ഇരിക്ക. അങ്ങനെ യേശു ക്രിസ്തു പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു. പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന യേശു ഒരു വലിയ കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. റോമാലേഖനം 8:34. ക്രിസ്തു യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ അവൻ സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. പക്ഷവാദം ചെയ്യുകയാണ്. നമ്മുടെ പേര് പറഞ്ഞ യേശു പക്ഷവാദം ചെയ്യുകയാണ്. ഭൂമിയിലായിരുന്നപ്പോ യേശു ഒരു വ്യക്തിക്ക് വേണ്ടി പക്ഷവാദം ചെയ്തു, ഒരു സമൂഹത്തിന് വേണ്ടി പക്ഷവാദം ചെയ്തു. പത്രോസിനോട് കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്. സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു, എന്നാൽ ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ഒരു മനുഷ്യന് വേണ്ടി യേശു പക്ഷവാദം ചെയ്യുകയാണ്. ക്രൂശിൽ വെച്ച് ഒരു ബഹുജന സമൂഹത്തിന് വേണ്ടി യേശു പക്ഷവാദം ചെയ്തു. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായിക്കൊണ്ട് ഇവരോട്, ഒരു വ്യക്തിക്ക് വേണ്ടി, ഒരു സമൂഹത്തിന് വേണ്ടി അവൻ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ഒരു വൃക്ഷത്തിൽ അതിന്റെ ഫലമന്വേഷിച്ച് 3 വർഷം വന്നു. ആ 3 വർഷത്തിന്റെ കണക്ക് ഏതാണ്ട് 7-8 വർഷത്തിലേക്ക് വരും. 4 വർഷം അതിന്റെ വളർച്ചയുടെ കാലഘട്ടമാണ്. അതിനുശേഷമാണ് അതിൽ ഫലം പുറപ്പെട്ടു വരുന്നത്. ആ ഫലം പുറപ്പെട്ടു വന്നതിന് ശേഷം 3 വർഷം തെരഞ്ഞു വന്നു. ഫലമൊന്നും കാണാതെ വന്നപ്പോൾ വെട്ടിക്കളയാൻ വേണ്ടി അതിന്റെ ഉടമസ്ഥൻ പറഞ്ഞു. പക്ഷേ അവിടെ നിന്നുകൊണ്ട് ആ വേലക്കാരൻ, തോട്ടക്കാരൻ പക്ഷവാദം ചെയ്തു. 1 വർഷം കൂടെ നിൽക്കട്ടെ, ഞാൻ കളയ്ക്കാം, ഞാൻ വളമിടാം, ഞാൻ വെള്ളമൊഴിക്കാം, ഞാൻ അതിനു വേണ്ടി എന്തെല്ലാം വേണമോ അതെല്ലാം ചെയ്തു കൊടുക്കാം, 1 വർഷം കൂടെ നിൽക്കട്ടെ. സഹോദരങ്ങളെ, കർത്താവ് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. എന്റെ പേര് പറഞ്ഞ സ്വർഗത്തിൽ എനിക്ക് വേണ്ടി ഒരു അഡ്വക്കേറ്റ് ഉണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 16-26 വാക്യം. അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഒരു കാര്യസ്ഥൻ എന്നുള്ളിടത്ത് കംഫർട്ടർ എന്ന പദവും ആശ്വാസപ്രദൻ. ഒരു വീട്ടിലെ കാര്യസ്ഥൻ കാര്യങ്ങളെല്ലാം നോക്കിക്കണ്ട് ചെയ്യുന്നവനാണ്. ആര്? കാര്യസ്ഥൻ. അല്ലാതെ ഞാൻ കാര്യസ്ഥനാന്ന് പറഞ്ഞുകൊണ്ട് കസേര ഇട്ടുകൊണ്ട് മുമ്പസ്ഥിരിക്കുന്നവനല്ല. എല്ലാ കാര്യങ്ങളിലും അവനെന്തോണ്ട്? ശ്രദ്ധയുണ്ട്. അതിന്റെ 26-ാമത്തെ വാക്യം കൂടെ. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. അവിടെ നമ്മൾ കാര്യസ്ഥനായി കാണുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ, കുഞ്ഞുങ്ങളെ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു, പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ. 2 കാര്യസ്ഥന്മാർ, ഒരാള് സ്വർഗത്തിൽ, ഒരാള് ഭൂമിയിൽ. അവൻ സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് കാര്യസ്ഥൻ എന്ന നിലയിൽ എനിക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുകയാണ്. ആ മധ്യസ്ഥതയുടെ ഗൗരവം ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്ന് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. യേശു നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു എന്ന് പറയുമ്പോ ഭയങ്കര അർത്ഥവ്യാപ്തിയുള്ള ഒരു പദമാണത്. ഇയ്യോബിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം ആദ്യം വായിക്കും. ഞങ്ങളെ ഇരുവരെയും പറഞ്ഞു നിർത്തേണ്ടതിന് ഞങ്ങളുടെ നടുവിൽ ഒരു മധ്യസ്ഥനുമില്ല. ഇതായിരുന്നു പഴയ നിയമത്തിലെ നിലവിളി. ഞങ്ങളെ ഇരുവരെയും എന്ന് പറഞ്ഞാൽ മനുഷ്യരെയും ദൈവത്തെയും തമ്മിൽ ഒന്ന് പറഞ്ഞു നിർത്താൻ
ഇടയ്ക്ക് ഒരു മധ്യസ്ഥൻ ഇല്ല. ഒരു മധ്യസ്ഥൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? യോബിന്റെ പുസ്തകത്തിലേക്ക് 33:23 വന്നാട്ട്. മനുഷ്യനോട് അവന്റെ ധർമ്മം അറിയിക്കേണ്ടതിന് 1000-ൽ ഒരുത്തനായി മധ്യസ്ഥനായൊരു ദൂതൻ അവന് വേണ്ടി ഉണ്ടെന്ന് വരികിൽ അവൻ അവങ്കൽ കൃപ വിചാരിച്ച് കുഴിയിൽ ഇറങ്ങാതെ വണ്ണം ഇവനെ രക്ഷിക്കണമേ. ഞാൻ ഒരു മറുവില കണ്ടിരിക്കുന്നു എന്ന് പറയും. ഒരു മധ്യസ്ഥൻ ഉണ്ടായിരുന്നെങ്കിൽ 1000-ൽ ഒരുവൻ, 100-ൽ ഇവിടെ പറയുന്നത്, ശതമാനമാ പറയുന്നത്. ഇവിടെ പറയാണ് ശതമാനമല്ല, 1000-ൽ ഒരുത്തനെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവങ്കൽ ഒരു മറുവില കണ്ടിട്ട് മനുഷ്യൻ കുഴിയിൽ ഇറങ്ങാതെ വണ്ണം അവൻ അവരെ രക്ഷിക്കുമായിരുന്നു. കുഴിയിൽ ഇറങ്ങാതെ വണ്ണം രക്ഷിക്കുന്ന ഒരു മധ്യസ്ഥൻ. തിമോഥെയോസിന്റെ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെ താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു തന്നെ. എന്തുകൊണ്ട് നാം യേശുവിനെ നോക്കുന്നു? നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ യേശുവിനെ ധ്യാനിച്ചുകൊള്ളുക. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. ആദ്യം പറഞ്ഞത് യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക, ശ്രദ്ധിച്ചു നോക്കുക. ഇപ്പോൾ ഒരു പടി കൂടെ കടന്നിട്ട് പറയുകയാണ്, വെറുതെ നോക്കിയാൽ പോരാ, ശ്രദ്ധിച്ചു നോക്കിയാൽ പോരാ, അവനെ ധ്യാനിക്കണം. പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളാം. നോക്കുക, ശ്രദ്ധിച്ചു നോക്കുക, ധ്യാനിക്കുക. ഇനി ഈ ധ്യാനിക്കുക എന്ന പദത്തിലേക്ക് നമ്മൾ വരിക. യേശുവിനെ വെറുതെ നോക്കിയാൽ പോരാ, ഇവിടെ പറയുകയാണ് അവനെ മെഡിറ്റേറ്റ് ചെയ്യുകയാണ്. സ്തോത്രം, ധ്യാനിക്കുകയാണ്. അങ്ങനെ യേശുവിനെ ധ്യാനിച്ചാൽ നിങ്ങൾക്കൊരു അനുഗ്രഹമുണ്ടാകും. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കത്തില്ല. പുറമേയുള്ള ക്ഷീണം കണ്ടാൽ അറിയാം, എന്നാൽ ഉള്ളിലുണ്ടാകുന്ന ക്ഷീണം പലപ്പോഴും തിരിച്ചറിയാൻ പാടാണ്. മനസ്സിലെ തേങ്ങലുകൾ, വിങ്ങലുകൾ, അത് പലപ്പോഴും പുറത്ത് കാണാൻ പറ്റിയെന്ന് വരത്തില്ല. എന്നാൽ മനസ്സിന്റെ മുറിവുകൾ മാറാൻ, ആമേൻ, കുരിശിൽ മുറിവേറ്റവനെ ധ്യാനിച്ചാൽ മതി. ജീവിതത്തിന്റെ നിരാശകൾ മാറാൻ, നിന്ദകൾ മാറാൻ, മുറിവുകൾ കരിയാൻ ഒറ്റ മാർഗം, വിരോധങ്ങൾ സഹിച്ച യേശുവിനെ നിങ്ങൾ ധ്യാനിക്കണം. ദേവദാസന്മാരൊക്കെ പ്രസംഗിക്കുമ്പോൾ പറയും, അല്പസമയത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ടൊരു വചനം വായിക്കാം. എന്താ ധ്യാനം എന്നറിയാമോ? പശുവിനെ തീറ്റിയിട്ടുള്ളവർക്ക് ഇനി ഞാൻ പറയുന്നത് മനസ്സിലാവും. ഈ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത്. പശുവിനെ നമ്മള് പറമ്പിൽ കൊണ്ടുപോയി കെട്ടുന്നു, അതവിടെ നിന്ന് പുല്ലെല്ലാം തിന്നുന്നു. തിന്നിട്ട് വയറ് നിറഞ്ഞു വന്ന് പശുവിനെ വൈകിട്ട് നമ്മള് എരുത്തിലി കൊണ്ടുപോയി കെട്ടുന്നു. അവിടെ കിടക്കുമ്പോ ഈ പശു ശ്രദ്ധിച്ചു നോക്കിയിട്ടുള്ളവർക്കറിയാം, പശു തിന്നത് വയറ്റിൽ കിടപ്പുണ്ട്. ആ വയറ്റിൽ നിന്ന് എന്ത് ചെയ്യും? ഒരു ഉരുള പെട്ടെന്ന് മുകളിലോട്ട് വരും. എന്നിട്ട് അത് അവിടെ ഇരുന്ന് അങ്ങോട്ട് പോയി. 1 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ ഒരു ഉരുള വരും. നമ്മളൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് അല്ലേ? അതിന് നമ്മൾ എന്താ പറയുന്നത്? അയവിറക്കുക എന്നാ പറയുന്നത്. ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ അയവിറക്കലാണ്. വേദപുസ്തകം എടുത്ത വട്ടതൊരറ്റ വായനയിൽ നിങ്ങൾക്കൊന്നും കിട്ടിയത് വരത്തില്ല. എന്നാൽ ആ വായിച്ച വേദഭാഗം ഒന്ന് അയവിറക്കി നോക്കിക്കേ, ഒന്ന് അയവിറക്കി നോക്കിക്കേ. യേശുവിനെ വെറുതെ നോക്കിയാൽ പറ്റത്തില്ല, ഒന്ന് ധ്യാനിച്ചു നോക്കിക്കേ. നിന്റെ മനസ്സിന്റെ മുറിവുകൾ അവിടെ കരിയപ്പെടും. നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന മുറിവുകൾ കരിയാൻ ഒറ്റ മാർഗം, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. ഉള്ളിൽ ക്ഷീണം വന്നാൽ അത് നമ്മെ വമ്പൻ പരാജയങ്ങളിൽ കൊണ്ടെത്തിക്കും. ക്ഷീണിച്ച മനുഷ്യർക്കുണ്ടായ പരാജയങ്ങൾ ഇത് ഞാൻ പറയുമ്പോൾ, ഏശാവ് ഒരിക്കൽ വെളിംപ്രദേശത്തു നിന്ന് വന്നപ്പോൾ യാക്കോബ് ചുവന്ന പായസം ഉണ്ടാക്കുകയായിരുന്നു. ഏശാവ് യാക്കോബിനോട് പറഞ്ഞു, ആ പായസം എനിക്ക് ഇച്ചിരി തരണമെന്ന്. യാക്കോബ് പറഞ്ഞു, പായസം തരാ, കുഴപ്പമില്ല, നിന്റെ ജ്യേഷ്ഠാവകാശം ഇങ്ങോട്ട് തന്നേരെ, കുറച്ച് പായസം അങ്ങോട്ട് തരാം. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 15-16 വാക്യം. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേര് മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ
ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനോ ആയി തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവേൻ. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞു, അതവനെ അഭക്തനാക്കി കളഞ്ഞു. ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത് 25:34 ഇങ്ങനെ അവൻ തന്റെ ജ്യേഷ്ഠാവകാശം അലക്ഷ്യമാക്കി കളഞ്ഞു, വിറ്റുകളഞ്ഞു, അഭക്തനാക്കി കളഞ്ഞു, അലക്ഷ്യമാക്കി കളഞ്ഞു. ഇത് സംഭവിച്ചത് എപ്പോഴാ? അവൻ ക്ഷീണിച്ചിരുന്നപ്പോഴാണ്. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ യേശുവിനെ ധ്യാനിച്ചു കൊള്ളുക. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ കനാനിലേക്ക് പോകുമ്പോൾ അമാലേക്ക് വന്നവരെ ആക്രമിച്ചു. ഇക്കാര്യം ദൈവം എടുത്തു പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: വഴിയിൽ നിങ്ങൾ ക്ഷീണിച്ചും തളർന്നുമിരിക്കുമ്പോൾ അമാലേക്ക് പിന്നിലൂടെ വന്ന് ബലഹീനരെയൊക്കെയും സംഹരിച്ചു കളഞ്ഞ കാര്യം എപ്പോഴാ? അവർ തളർന്നും ക്ഷീണിച്ചും ഇരുന്നപ്പോഴാ. നീ അതൊരു പുസ്തകത്തിൽ കുറിച്ചു വെക്കണമെന്ന് ദൈവം മോശയോട് പറഞ്ഞു. പുറപ്പാട് പുസ്തകത്തിൽ അതേ വേദഭാഗം ദൈവം പറയാണ്, ഞാനത് കുറിച്ചു വച്ചിരിക്കുന്നു. വഴിയിൽ അവർ ക്ഷീണിച്ചിരുന്നപ്പോഴാണ് അവരുടെ ബലഹീനരെയൊക്കെയും ശത്രുക്കൾ സംഹരിച്ചത്. രാഭാ മക്കളിൽ ഒരുവനായ ഒരു മല്ലനോട് ദാവീദ് ഒരിക്കൽ പടയേറ്റ് ദാവീദ് ക്ഷീണിച്ചു പോയി എന്നാണ് വായിക്കുന്നത്. 2 ശമൂവേലിന്റെ പുസ്തകം 21-ാം അധ്യായത്തിന്റെ 16-17 വാക്യം. അപ്പോൾ 300 ശേക്കൽ തൂക്കമുള്ള താമ്ര ശൂലം ധരിച്ചവനും പുതിയ വാൾ അരക്കേറ്റിയവനുമായി രാഭാ മക്കളിൽ ഇശ്ബി-ബോനേബ് എന്ന ഒരുവൻ ദാവീദിനെ കൊല്ലുവാൻ ഭാവിച്ചു. അതിന് തൊട്ട് മുകളിൽ വായിക്കുന്നത്, ഫെലിസ്ത്യർക്ക് ഇസ്രായേലിനോട് വീണ്ടും യുദ്ധമുണ്ടായി. ദാവീദ് തന്റെ ഭൃത്യന്മാരുമായി ചെന്ന് ഫെലിസ്ത്യരോട് പടയേറ്റു. അടുത്ത പദം, ദാവീദ് തളർന്നുപോയി. രാഭാ മക്കളിൽ ഒരുവനായി ഇശ്ബി-ബോനേബ് ദാവീദിനെ കൊല്ലാൻ ശ്രമിച്ചത് അവൻ ക്ഷീണിച്ചിരുന്നപ്പോഴാണ്. യേശുവിനെ ധ്യാനിച്ചാൽ മനസ്സിന്റെ മടുപ്പുകൾ മാറിപ്പോകും. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. എന്തുകൊണ്ട് നാം യേശുവിനെ നോക്കുന്നു? എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? ബാലശിക്ഷകൾ വരുമ്പോൾ മുഷിഞ്ഞു പോകാതിരിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കണം. ബാലശിക്ഷ എന്ന് പറയുന്നത് ദൈവം നമ്മുടെ ഗുണീകരണത്തിന് വേണ്ടി നൽകുന്ന ഒരു ചെറിയ ചെറിയ ശിക്ഷകളാണ്. കർത്തൃമേശയുള്ള ദിവസങ്ങളെല്ലാം കൊരിന്ത്യർ ലേഖനത്തിന് ഒരു വേദഭാഗം വായിക്കാറുണ്ട്. നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് അവൻ നമ്മെ ബാലശിക്ഷ നൽകുകയാകുന്നു. ശിക്ഷയും ബാലശിക്ഷയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരുത്തൻ ഒരു വലിയ തെറ്റ് ചെയ്തു, നാട്ടുകാരെല്ലാം കൂടെ വന്നിട്ട് എന്ത് ചെയ്യും? അവനെ ഒരുപക്ഷെ അടിച്ചു കൊന്നെന്ന് വരും. അത് ശിക്ഷയാണ്. എന്നാൽ നിങ്ങളുടെ കൊച്ച് ഒരു തെറ്റ് ചെയ്താൽ നിങ്ങള് ഒരു ചൂരൽ വടി വെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പെടുത്ത് ഒരടി കൊടുക്കുന്നത് അവനെ കൊല്ലാനാണോ? അതിനെയാണ് ബാലശിക്ഷ എന്ന് പറയുന്നത്. എബ്രായ ലേഖനത്തിലെ ആ വാക്യം 12-ാം അധ്യായം അതിന്റെ 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ, മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിക്കുകയുമരുത്. അടുത്തത്, കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അടുത്തത്, അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? അടുത്തത്, എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലിടയന്മാരത്രേ. കൗലിടയൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ജാരസന്തതി. സ്വന്തം അപ്പന്റെ മക്കളല്ല, വല്ലവരുടെ പിള്ളേരാണെന്ന് ആ വാക്കിന്റെ അർത്ഥം. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചാൽ നാം അവരെ വണങ്ങി പോന്നുവല്ലോ. അടുത്തത്, ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? അടുത്തത്, അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു. ദൈവം ബാലശിക്ഷ തരുമ്പോൾ ദൈവത്തിന്റെ ഒരു ഉദ്ദേശമുണ്ട്. നമ്മുടെ ഗുണത്തിനായിട്ടാണ് അവൻ ബാലശിക്ഷ നൽകുന്നത്. നാം വിശുദ്ധി പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ് അവൻ ബാലശിക്ഷ നൽകുന്നത്. അപ്പൻ സ്നേഹിക്കുന്ന മകനെ ശിക്ഷിക്കുന്നു. കർത്താവിന് നമ്മളോട് സ്നേഹമുണ്ടെന്നുള്ളതിന്റെ തെളിവാണ് അവൻ നമുക്ക് തരുന്ന ചെറിയ ചെറിയ ബാലശിക്ഷ. സദൃശ്യവാക്യം 3:12, അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ
യഹോവ താൻ സ്നേഹിക്കുന്ന മകനെ ശിക്ഷിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3:19 എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ഇയ്യോബിന്റെ പുസ്തകം 5:17-18 ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സർവശക്തന്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ മുറിവേൽപ്പിക്കുകയും മുറി കെട്ടുകയും ചെയ്യുന്നു. അവൻ ചതയ്ക്കുകയും തൃക്കൈ പൊറുപ്പിക്കുകയും ചെയ്യുന്നു. ആവർത്തന പുസ്തകം 8:5 ഒരു മനുഷ്യൻ തന്റെ മകനെ ശിക്ഷിച്ച് വളർത്തുന്നത് പോലെ യഹോവ നിന്നെ ശിക്ഷിച്ചു വളർത്തുന്നു. അപ്പോൾ ദൈവം നമുക്ക് ബാലശിക്ഷ തരുന്നത് വ്യക്തമായ ഒരു ഉദ്ദേശം നിർത്തിയതുകൊണ്ടാണ്. ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി, നിന്റെ ചട്ടങ്ങളെ പഠിപ്പാൻ എനിക്കത് കാരണമായി. ദൈവത്തിന്റെ പൈതലേ, നിന്റെ ജീവിതത്തിൽ ചില പ്രയാസങ്ങളിലൂടെ, ചില പ്രതിസന്ധികളിലൂടെ ദൈവം നിന്നെ കടത്തിവിടുമ്പോൾ, വിചാരിക്കാത്ത ചില പ്രതിസന്ധികളിലൂടെ ദൈവം നിന്നെ കടത്തിവിടുമ്പോൾ എന്തുകൊണ്ട് ദൈവമേ എന്ന് ചോദിച്ചാൽ ദൈവത്തിന് പറയാൻ ഒരു ഉത്തരമുണ്ട്. ഞാൻ നിനക്ക് ബാലശിക്ഷ നൽകുകയാണ്. ബാലശിക്ഷകൾ നൽകി അവൻ നമ്മെ കുറച്ചുകൂടെ തന്റെ ഉദ്ദേശപ്രകാരം നമ്മെ വളർത്തിയെടുക്കുകയാണ്. ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ പാപഹാരം, ജീവനാൽ എന്നെ വീണ്ടെടുത്തു. അവനത്രേ പാപഹാരം, ജീവനാൽ എന്നെ. ഓ കാരണതാഴിയിൽ വലയുമോരെ, കരുണയെ കാക്ഷിക്കും മൃതപ്രായരെ. കാരണതാഴി വലയുമോരെ, കരുണയെ കാക്ഷിക്കും മൃതപ്രായരെ. വരികവൻ ചാരത്തു ബന്ധിതരെ, കരുമവൻ കൃപ മനഃശാന്തിയതും. വരികവൻ ചാരത്തു ബന്ധിതരെ, കരുമവൻ കൃപ മനഃശാന്തിയതും. ജീവന്റെ ഗുണം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ തൻ ജീവനാൽ എന്നെ വീണ്ടെടുത്തു. അവനത്രേ പാപഹരൻ, തൻ ജീവനാൽ എന്നെ. ഓ നമുക്ക് മുൻചെന്നതാം വിശുദ്ധന്മാരാ, അലങ്കൃതമായ തിരുവചനോ. നമുക്ക് മുൻചെൻ വിശുദ്ധന്മാരാ, അലങ്കൃതമായ തിരുവചനം. അനുദിനം പുതുശക്തിയാ അനുഭവിക്കും അതിസന്തോഷത്താ. അനുഭവിക്കും അതിസന്തോഷത്താ. ജീവന്റെ ഉറവിടം ഓ നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ പാപഹാരം, ജീവനാൽ എന്നെ വീണ്ടെടുത്തു. സന്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും. വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ 8086991167 9946997525.